അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും നിഷേധിച്ചിരുന്ന മക്കയിലെ സത്യനിഷേധികളുടെ നിലപാടുകളും അതിനോടുള്ള അള്ളാഹുവിന്റെ പ്രതികരണവുമാണ് ഈ സൂറത്തിൽ നാം പഠിച്ചു കഴിഞ്ഞ മിക്ക ആയത്തുകളിലും പറഞ്ഞത്. അങ്ങനെ ഇവർ നിഷേധ നിലപാട് സ്വീകരിച്ചു പോന്ന ഈ ഖുർആനിൽ മനുഷ്യ സമൂഹത്തിന് ഈ ലോക ജീവിതവും പരലോക ജീവിതവും സഫലമാകുന്നതിനുതകുന്ന ധാർമ്മിക ഉപദേശങ്ങളാണുള്ളത്. ഈ ഖുർആൻ മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന വിവിധങ്ങളായ ദോഷങ്ങൾക്കും പ്രയാസങ്ങൾക്കുമുള്ള മരുന്നും ശമനവും ആശ്വാസവുമാണ്. ഖുർആൻ മനുഷ്യ സമൂഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള അവന്റെ കാരുണ്യവും ഔദാര്യവുമായി മനുഷ്യൻ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ഇതിനേക്കാൾ വിശിഷ്ടമായിട്ടുള്ള മറ്റൊന്നും ഈ ലോകത്ത് മനുഷ്യന് ലഭിക്കാനില്ല എന്ന് മനസ്സിലാക്കി സന്തോഷപൂർവം ഈ ഖുർആനെ മനുഷ്യൻ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇക്കാര്യം മനുഷ്യ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നതാണ് ഇന്നത്തെ 57, 58 ആയത്തുകളിലുള്ളത്. യാ അയ്യുഹൻ നാസു ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂരി വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. يا أيها الناس, ഹേ ജനങ്ങളെ, മനുഷ്യ സമൂഹമേ, ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മൗഇദത്ത് സാരോപദേശമാണ് വന്നിരിക്കുന്നത്. മൗഇദത്ത് എന്നത് വഅല്, ഉപദേശം എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഉപദേശ പ്രസംഗങ്ങൾ നടത്തുന്നതിന് വഅല് പറയുക എന്ന് പറയാറുണ്ടല്ലോ. വഅല് പറയുന്നയാൾ കേൾക്കുന്നവർക്ക് നല്ലവരായി ജീവിക്കാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഖുർആനിൽ ഈ ലോകത്ത് മനുഷ്യർ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച് പരലോക വിജയം നേടാനുള്ള സന്മാർഗ നിർദ്ദേശങ്ങളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള മൗഇദത്താണ് എന്ന് പറയുന്നത്. അതുപോലെ വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിന് ശമനവുമാകുന്നു. ഷിഫാ എന്നാൽ രോഗശമനത്തിനാണ് പറയുക. മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്ന ദുഷ്ടചിന്തകൾക്കും അമിതമായ മോഹങ്ങൾക്കും സംശയങ്ങൾക്കും അറിവില്ലായ്മക്കും അന്ധവിശ്വാസങ്ങൾക്കും ഇങ്ങനെ തുടങ്ങി മനുഷ്യ മനസ്സിനെ ബാധിക്കാവുന്ന പോരായ്മകൾക്കൊക്കെയുള്ള ചികിത്സയും ഔഷധവുമാണ് ഖുർആൻ. ഖുർആൻ ഉൾക്കൊള്ളുന്നതിലൂടെ അത്തരം പോരായ്മകൾക്ക് ശമനമുണ്ടാവുന്നു. വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് നേർമാർഗവും കാരുണ്യവുമാണ്. ഖുർആനിൽ വിശ്വസിക്കുന്നവർക്ക് ഖുർആൻ നേർമാർഗം കാണിക്കുന്നു. അതാണ് ഹുദ. ആ ഹുദയിലൂടെ സഞ്ചരിച്ച് മനുഷ്യൻ അള്ളാഹുവിന്റെ മഹത്തായ റഹ്മത്തിലേക്ക്, അതായത് കാരുണ്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും എത്തിച്ചേരുന്നു. അതാണ് സ്വർഗം. ഖുർആൻ കൊണ്ട് ഈ ഫലങ്ങളൊക്കെ ലഭിക്കുന്നത് അതിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമായതുകൊണ്ടാണ് ലിൽ മുഅ്മിനീൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. പക്ഷെ ഖുർആന്റെ ഈ മഹത്വം ഉൾക്കൊള്ളാതെ ആളുകൾ അതിനെ അവഗണിക്കുന്നത് എത്ര നിർഭാഗ്യകരമാണ്. ഇതൊരു വലിയ സൗഭാഗ്യമായി കണ്ട് തങ്ങൾക്കത് കിട്ടിയതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ഖുൽ, നബിയെ താങ്കൾ പറയുക, താങ്കൾ ഈ ജനങ്ങൾക്ക്, മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുക, ബിഫളില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്താലും കാരുണ്യത്താലുമാണിത്. ഫബിദാലിക ഫൽയഫ്റഹു, ഇതിന്റെ പേരിൽ അവർ സന്തോഷിക്കട്ടെ. ഖുർആന്റെ അവതരണം അവർക്ക് കിട്ടിയ വലിയ ഔദാര്യവും കാരുണ്യവുമാണ്. ദൈവത്തിന്റെ ഔദാര്യവും കാരുണ്യവും ലഭിക്കുമ്പോൾ അതിലേറെ വലിയ സന്തോഷം വേറെ എന്താണുള്ളത്? അതുകൊണ്ട് ഈ ഖുർആന്റെ അവതരണത്തിൽ അവർ സന്തോഷിക്കട്ടെ. യഥാർത്ഥത്തിൽ ഖുർആനെ ഉൾക്കൊണ്ടവർ ജീവിതത്തിൽ സന്തോഷവും പ്രതീക്ഷയുമായി കഴിയുന്നവരായിരിക്കും എന്ന ആശയം കൂടി ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാളൊക്കെ ഉത്തമമായിട്ടുള്ളതാണ് ഇത്. ഈ ദുനിയാവിൽ പരമാവധി വിഭവങ്ങൾ ശേഖരിച്ചു കൂട്ടാൻ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ വിശിഷ്ടമായ വിഭവമാണ് ഈ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ഖുർആൻ വഴിയാണ്, വഴികാട്ടിയാണ്.
ഖുർആന്റെ മാർഗദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്ന സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.